ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവയ്ക്കും മിഡിലായിട്ടാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആലുവയിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ്. കാർമൽ ഹോസ്പിറ്റലിനും വളരെ അടുത്തായിട്ടാണ്. ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്താണ്. ഏകദേശം 50ഓളം വില്ലകൾ വരുന്ന ഒരു വലിയ ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്താണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 30ഓളം വീടുകളിൽ ആളുകൾ താമസമായിട്ടുണ്ട്. അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലയാണ് നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. നമുക്കിതിന്റെ എലിവേഷൻ കാര്യങ്ങളെല്ലാം കാണുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി അതോടൊപ്പം തന്നെ പറഞ്ഞു പോകാം. 30ഓളം വില്ലകൾ പണിത് ആളുകൾ താമസമായിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു വില്ലയാണ്. ഇനിയും വില്ലകൾ വരാനുള്ള സ്ഥലത്താണ് ഈ കാണുന്നത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. 17 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് കാക്കനാട് കളക്ടറേറ്റ് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ വെറും 10 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ 11 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വില്ലകളിലേക്കുള്ള വഴി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് കടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു റോഡിൽ കിട്ടുന്നുണ്ട്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റിന്റെ ഇടയിൽ വന്നിട്ട് ചെറിയൊരു സ്ക്വയർ പോർഷനിൽ ഒരു ഗ്രേ കളർ പെയിന്റ് ആണ്. അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കിയാലും വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ഉണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഒരു ഏരിയ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വീടിന് ചുറ്റിനും നല്ല ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്. കളമശ്ശേരിക്കും ആലുവയ്ക്കും ഇടയ്ക്കായിട്ടാണ്. മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. നമുക്കതുപോലെ ആസ്റ്റർ മെഡിസിറ്റി എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന രീതിയിൽ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ നമുക്ക് വളരെ നിമിഷ നേരം കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ സ്കൂളുകളുടെയും വണ്ടികൾ കടന്നു പോകുന്നത്, എല്ലാ സ്കൂൾ ബസ്സുകളും നമ്മളുടെ വില്ലകളുടെ ഫ്രണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബസ് റൂട്ടിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്ട് നിൽക്കുന്നത്. നമ്മളുടെ ഈ ഒരു വില്ലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് ബസ് റൂട്ടിലേക്കാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന ബസ് റൂട്ടിലേക്കാണ് നമ്മൾ നേരെ ചെല്ലുന്നത്. നമുക്ക് വീടിന് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് കിട്ടുന്നത്. അതിന്റെ അണ്ടറിൽ ഒരു കാറാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു സ്പേസും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഒരു കംപ്ലീറ്റ് ഫ്രണ്ട് ഏരിയ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പോർഷൻ നമുക്ക് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് വീടിന്റെ ബാക്ക് എൻഡ് എത്തുന്നത് വരെ ഇതുപോലെ ഭംഗിയായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ ചെല്ലും, അവിടെ വർക്ക് ഏരിയയുടെ പോർഷനാണ്. വർക്ക് ഏരിയയുടെ പണി ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. നമുക്കത് ബിൽഡറുമായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. ആ ഒരു വർക്ക് മാത്രമാണ് ഈ പെൻഡിങ് ആയിട്ടുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് കിണറുള്ളത്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. അതുകൂടാതെ KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കയറി പോകുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. പില്ലർ നോക്കിയാൽ കാണാം, ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് പകുതിയോളം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കിയാലും കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടെയാണ് അതിനകത്ത് വരുന്നത്. ഇവിടുത്തെ മരങ്ങൾ കാണുന്ന പോർഷനിൽ, അതായത് മെയിൻ ഡോറുകൾ, അകത്തുള്ള ഡോറുകൾ, ജനാലകൾ, ഇതെല്ലാം തന്നെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ GM-ന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കേബിളുകൾ വന്നിട്ട് V-Guard-ന്റെ ആണ്. സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയുടെ മെറ്റീരിയൽസും പ്രൊഡക്ട്സും ഒക്കെ ഉപയോഗിച്ചാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. ഒരു സൈഡിലുള്ള വിൻഡോ വന്നിട്ട് ഫ്രഞ്ച് മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്ന നോർമൽ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് TV യൂണിറ്റ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. മൾട്ടിവുഡിൽ തന്നെ ഒരു വുഡ് കളർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് റൂമിന്റെ റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്കുള്ള എൻട്രൻസ് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ CNC കട്ടിംഗ് ആണ് വരുന്നത്. അതിനിടയിലൊക്കെ ചെറിയ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്തായിട്ട് ഒരു വിൻഡോസ് കിട്ടുന്നുണ്ട്, ഒരു വിൻഡോ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്ന സ്പേസ് ഇത്രയും ഒരു പോർഷനാണ് കിട്ടുന്നത്. നമുക്കൊരു 5 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഒരു ടേബിൾ അല്ലെങ്കിൽ 2 ഡൈനിങ് ടേബിൾ, റൗണ്ട് ടേബിൾ 2 ഡൈനിങ് ടേബിൾ നമുക്ക് ഇടാവുന്ന രീതിയിലുള്ള ഒരു വിഡ്ത് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ ലിവിംഗിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നത്. അതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കണ്ടു. അതിന്റെ താഴെയുള്ള പോർഷൻ നോക്കിയാലും അത് മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ക്യാബിൻസ് ഒക്കെ ആയിട്ട് തിരിച്ച് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കിയാലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ നമുക്ക് 4 സെന്റിനടുത്താണ് വരുന്നത്. 3.9 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ ഭംഗിയുള്ള ഒരു ടൈലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മിറർ വെച്ചിട്ടുണ്ട്. സെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. അതിരിക്കുന്നത് ആ ഒരു ഗ്രാനൈറ്റ് പീസിലാണ്. താഴെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് നമുക്ക് 2 ബെഡ്റൂംസ് ആണ് കിട്ടുന്നത്. ഈ ഭാഗത്തുള്ള ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമുകളുടെയൊക്കെ ഡോറുകളുടെ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ നോക്കുമ്പോൾ ആ ഭാഗത്തായിട്ട് വാർഡ്രോബ് കാണാൻ പറ്റുന്നുണ്ട്. വുഡ് കളർ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുകൂടെ തന്നെ ഓൾറെഡി ഒരു മിററും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റൂമിന്റെ 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് ഒക്കെ സെറയുടെയാണ് വന്നിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രേ കളറിലെ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂമിന്റെ അകത്തെല്ലാം തന്നെ ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഒരുപാട് വലിയ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 14-11 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. 14-11 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. മുകളിൽ നോക്കുവാണെങ്കിലും റൂഫിലും ആവശ്യത്തിനുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. സെയിം മെറ്റീരിയലും സെയിം കളർ കോമ്പിനേഷനിലും ഒക്കെ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിലും വരുന്നുണ്ട്. താഴേക്ക് ഒരു പടി ഇറങ്ങിയിട്ടാണ്. അതുകൊണ്ട് വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു ആഷ് കളറാണ് വോളിലും ഫ്ലോറിലും എല്ലാം ടൈല് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു വെറ്റ് ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലൊരു ചെറിയ പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡോർ വെച്ചിട്ട് സെപ്പറേഷൻ ചെയ്യാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ കണ്ടു. അതിനുശേഷം നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പീസ് ഗ്ലാസ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. കുറച്ച് ഗ്രിപ്പോട് കൂടി ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കിച്ചണിന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചന്റെ ടോപ്പ് സ്ലാബ് നല്ല പ്യോർ വൈറ്റ് ആയിട്ടാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 സൈഡിൽ ആവശ്യത്തിനുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ആ ഒരു ഭാഗത്താണ്. കിച്ചന്റെ റൂഫിലാണെങ്കിൽ പോലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്.
കിച്ചണോട് ചേർന്ന് നമുക്ക് ഈ ഒരു ഡോറ് കാണാം. ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്കുള്ള വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ചെയ്യുന്നത്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്, ഓപ്പൺ ആയിട്ടാണ് ആ ഒരു സ്പേസ് തൽക്കാലം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന റൂഫിന്റെ മുകൾ ഭാഗത്താണെങ്കിലും LED സ്ട്രിപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ വോളിന്റെ മുകളിൽ നോക്കിയാലും കാണാം അവിടെ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. പെർഗോള മോഡലിലാണ് ഓപ്പണിങ്സ് വരുന്നത്. ഇതിനിടയിലെല്ലാം തന്നെ ചെറിയ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിൽ എത്തുന്നത് വരെ ഈ ഹാൻഡ് റൈൽസ് ഇതുപോലെ സേഫ് ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത്. നേരെ കയറി നമ്മൾ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണിത്. വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ അപ്പർ ലിവിംഗ് ഹാളിൽ കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് 3 വിൻഡോസ് വീതം കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ റൂഫിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വർക്കുകൾ ഒരുപാടല്ല, സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. എന്നാൽ പോലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് TV യൂണിറ്റ് ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയായ രീതിയിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറും വുഡൻ കളറും കൂടെയാണ് കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ കണ്ടുമടുത്ത ഡിസൈനുകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയ രീതിയിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് അവർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഹൈലൈറ്റ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഞാൻ സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെയായിട്ടാണ് നമുക്ക് ലിവിംഗ് ഏരിയ കിട്ടുന്നത്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിന്റെ എല്ലാം ഡോറുകളുടെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതിന്റെ സൈസ് 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ട് 3 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കുറച്ച് കളർ ചേഞ്ച് വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വുഡ് കളർ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മിറർ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടെ അതിനോട് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലുകളുടെ കളറൊക്കെ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണേണ്ടത് ഈ നമ്മൾ ഇറങ്ങുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്കൊരു ഡോറ് കാണാം. അത് തുറന്ന് നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അത്യാവശ്യത്തിന് വലിയൊരു സ്പേസ് തന്നെ നമുക്ക് യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ടെറസിലേക്കാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേണിലാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വലിയൊരു സൈസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. വാർഡ്രോബ് വരുന്നത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ബെഡ്റൂമിന്റെ പോലെ തന്നെയുള്ള സെയിം കളർ കോമ്പിനേഷനിലും സെയിം പാറ്റേണിലും ഒക്കെയാണ്. ഇതിന്റെ കൂടെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും ഡോർ എല്ലാം തന്നെ സെയിം പാറ്റേൺ ആണ്. കളർ നോക്കുവാണെങ്കിൽ ടൈല് വന്നിട്ട് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏകദേശം എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി മാത്രമാണ്. നമ്മളിപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഡോർ തുറന്നാൽ നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ചെയ്തിരിക്കുന്നത് 2 ആയിട്ടാണ്. നമുക്ക് ഹൈറ്റ് ഉള്ള ഈ ഒരു ഭാഗവും താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഇതുപോലെ ഒരു ചെറിയ ഡോറ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഏരിയ ആയിട്ട് ഒരു ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗമാണെങ്കിൽ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ബാൽക്കണിയുടെ റൂഫ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ, കളമശ്ശേരി, അതിൽ രണ്ടിന്റെയും മിഡിലായിട്ടാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. കാർമൽ ഹോസ്പിറ്റൽ ഇവിടെ വളരെ അടുത്താണ്. രാജഗിരി ഹോസ്പിറ്റൽ, ആസ്ത്ര, ഇടപ്പള്ളി, നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്ക്, കളക്ടറേറ്റ് എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് 50ഓളം വില്ലകളാണ് ഇതിന്റെ പ്രൊജക്ടിനകത്ത് വരുന്നത്. 30 വില്ലകളുള്ള വീടുകളുടെ പണികളെല്ലാം
എല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം താമസമായി. അപ്പം ഈ ഒരു വീടാണ് നമുക്ക് ഇനിവിടെ സെയിലിനായിട്ടുള്ളത്. ഒരു 4 ബെഡ്റൂമിന്റെ വീട് ഇതുപോലൊരു പ്രൈസിൽ റോഡിന് വളരെ അടുത്ത് കിട്ടുക എന്നുള്ളത് നമുക്കൊരു ലക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലക്ക് മാർബിൾ ഹൗസിലൂടെ ആകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് അടുത്ത് നമുക്കിത് വരുന്നുണ്ട്. 3.9 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2050 ആണ് വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമുക്കിവിടെ 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീട്ടിലുള്ളത്. നമുക്കിവിടെ കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ പൈപ്പ് വെള്ളമാണ്, KWയുടെ വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ ഇന്ന് കണ്ട വീട് നിങ്ങൾക്കറിയാം, അത്യാവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. എല്ലാ ബെഡ്റൂമുകളുടെ സൈസ് അത്യാവശ്യം വലുതാണ്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 83 ലക്ഷം രൂപയാണ്. 83 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും സ്വന്തമാക്കാനും ഒന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീടെന്നുള്ള മോഹം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും തന്നെ നമ്മളിടുന്ന വീഡിയോകൾ അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീടിന്റെ മനോഹരമായ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.